നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസത്തോടെയാ ഞാൻ നിങ്ങളെ യാത്രയാക്കുന്നത്. ശ്രീകുട്ടിയെ നേരിൽ കണ്ടതോടെ എന്തോ വലിയൊരു ആശങ്ക മാറിയതുപോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ഇങ്ങോട്ടോ മറിഞ്ഞു. ഞാനെല്ലാം സത്യാന്ന് വിശ്വസിക്കുക. ഇരുളിനെ വെളിച്ചമുള്ളതാക്കി മാറ്റുന്ന ആളാ ഭഗവതി. ശ്രീകുട്ടി പോകുന്ന വഴിയിൽ ഇരുട്ടൊന്നും ഉണ്ടാവാൻ ഭഗവതി സമ്മതിക്കില്ല. ഇന്നലെ രാത്രി നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ നിന്റെ മുഖത്തെ ഭാവം അച്ഛനെ പേടിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ അതല്ല ഇന്ന്. അതിന് കാരണം നീ കണ്ട കാഴ്ച തന്നെയാണ് ഭഗവതി കാട്ടിത്തന്ന കാഴ്ച. അത് തന്നെയാ സത്യം. അനന്യമോളെ, അമ്മ ഒറ്റയ്ക്കിരുത്തരുത്, കരയാനും വിടരുത്. കേട്ടല്ലോ? കേട്ടു അപ്പൂപ്പ. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ആന്റി പോട്ടെ അപ്പൂസേ. ആന്റി, ശ്രീകുട്ടി വരാത്ത കാരണം വിഷമിക്കരുത്. ശ്രീകുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല ആന്റി. ആശ്രമത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ശ്രീകുട്ടി തന്നെയാ. എനിക്ക് ശ്രീകുട്ടിയെ കണ്ടറിഞ്ഞൂടെ? ശ്രീകുട്ടി എങ്ങോട്ട് പോകുന്നു എന്നാ മോനോട് പറഞ്ഞത്? ഗൗരി മുത്തശ്ശിയുടെ അടുത്തേക്ക്. അവിടെ ഭയങ്കര രസാണെന്നാ പറഞ്ഞത്. ശ്രീകുട്ടി പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ശ്രീകുട്ടിയെ ഞാൻ വിളിച്ചോണ്ട് വരും. ഞാൻ വിളിച്ചാ വരാതിരിക്കാൻ പറ്റില്ലല്ലേ ശ്രീകുട്ടിക്ക്? എന്നിട്ട് ഞാൻ ശ്രീകുട്ടിയും കുട്ടി എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ആന്റിക്ക് ശ്രീകുട്ടിയെ കണ്ണു നിറച്ച് കാണാലോ. ശ്രീകുട്ടി വരും. മോനെ കാണിക്കുന്ന ഇഷ്ടമുണ്ടല്ലോ, അത് കാണാതിരിക്കാൻ ശ്രീകുട്ടിക്ക് പറ്റില്ല. എന്നാ ആന്റി പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോളെ. എന്നാ ശരി അച്ഛാ. അമ്മേ വാ. കാത്തോളണേ എന്റെ കൊടുങ്ങല്ലൂരമ്മേ. എന്താ ഇത്ര ആലോചന? നീ ഇപ്പൊ ഡള്ളാണല്ലോ. ഡള്ളാവാതെ എങ്ങനെ? സന്തോഷിക്കാൻ എന്താ ഉള്ളേ ചേച്ചി? അതെ, പക്ഷെ ഇപ്പൊ എന്താ പ്രത്യേകിച്ചുള്ളത് പോലെ? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. അജയ് സാറിനെ കുറിച്ച്. എന്താ? കഴിഞ്ഞ ദിവസം ബീച്ചിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ അദ്ദേഹം ഒന്ന് തൊട്ടു. അപ്പോ വല്ലാത്തൊരു ഷോക്ക്. ഷോക്കോ? അതെ, കറണ്ട് അടിക്കുന്ന പോലെ. സംശയം തീർക്കാൻ ഞാനൊന്ന് തൊട്ടു നോക്കി. അപ്പോഴും അതെ, എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ. ശേഖർ സാറിന്റെ മകനുമായിട്ടുള്ള ബന്ധം ശരിയാവില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അപ്പൊ നീ തർക്കിച്ചു. നിനക്ക് പിരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിനക്കുണ്ടായ അനുഭവം എന്തായി? അജയ് സാർ പാവാ, ശേഖരൻ സാറിനെ പോലെയല്ല, അതെനിക്ക് ഉറപ്പാ. എങ്കിൽ പിന്നെ സംഭവിച്ചതോ മേഘന? നമ്മൾ അനുഭവിച്ച ദുരന്തങ്ങൾ എത്രയാ? എന്റെ പേരിലും ശ്രീകുട്ടിയുടെ പേരിലും പാവ അമ്മ കരഞ്ഞ് കണ്ണീര് പറ്റി. നിനക്കൂടി എന്തെങ്കിലും സംഭവിച്ച പിന്നെ ദുഷ്ടശക്തികളെ എല്ലാത്തിനെയും ആവാഹിച്ച് കൂടെ കൂട്ടിരിക്കുക ശേഖരൻ തമ്പി. മകന്റെ ശരീരത്തിലും അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ? പുറമേ ചിരിക്കുന്ന ഒരാള് അച്ഛന്റെ ക്രൂരതകളാണ് കൊണ്ടു നടക്കുന്നതെങ്കിലോ? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കൂ. അതിന്റെ കാരണം എന്താന്ന് അജയ് സാർ കണ്ടെത്തിക്കോളും, പരിഹരിച്ചോളും. അതിന്റെ പേരില് അജയ് സാറിന് വെറുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ പേടികൊണ്ടാ മോളെ ഞാനിതൊക്കെ പറയുന്നത്. നിനക്കെന്തെങ്കിലും പറ്റിയ ഈ ചേച്ചിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, അജയുമായി അടുത്തിടപഴകുന്നത് സൂക്ഷിച്ചു മതി. മേഘനയ്ക്കുണ്ടായത് വെറും ഒരു തോന്നലല്ല, സത്യമാണ്. അമാനുഷികമായ ഒരു ശക്തി ഞാൻ നിന്നിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. അത് സാധാരണക്കാരെ കൊണ്ട് നേരിടാൻ പറ്റില്ല. അവർക്ക് നിന്നെ തൊടാൻ പോലും ആവില്ല. എന്തിനാണിതൊക്കെ? അജയ്ക്കൊരു ദൗത്യമുണ്ട്, നന്മയുടെ പക്ഷത്തു നിന്നുള്ള ഒരു ദൗത്യം. ശക്തി പ്രാപിച്ചു കഴിഞ്ഞ ഒരുപാട് ദുഷ്ടശക്തികളെ എതിർക്കാനുള്ള നിയോഗം. 300 ആണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ഒരാൾ പകയും പ്രതികാരവുമായി ആത്മാവായി അലഞ്ഞു നടക്കുന്നു. ദൈവശക്തികളെ പോലും വെല്ലുവിളിക്കുന്ന കരുത്ത്. തന്റെ ഇംഗിതത്തിനു വേണ്ടി എന്തു ചെയ്യാനും മടിയില്ല. അങ്ങനെ ഒരു ക്രൂരത ആ ദുഷ്ടാത്മാവ് ചെയ്തു കഴിഞ്ഞു. ത്രിവിക്രമൻ തമ്പി.
അജയ് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ അജയുടെ അച്ഛനുണ്ട്, ശേഖരൻ തമ്പി. എല്ലാവർക്കും മുമ്പിലുണ്ട്. പക്ഷേ പച്ചയായ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ശേഖരൻ തമ്പി മരിച്ചിട്ട് നാളുകളായി. എന്തൊക്കെയാ പറയുന്നേ? കടുത്ത സത്യങ്ങൾ പറയുമ്പോ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഭൂമിയിൽ ഒരു ശരീരത്തിൽ കയറിയല്ലാതെ ത്രിവിക്രമൻ തമ്പിയുടെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനയാൾ തെരഞ്ഞെടുത്തത് ശേഖരൻ തമ്പിയുടെ ശരീരമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ശേഖരൻ തമ്പിയുടെ ശരീരവും ത്രിവിക്രമൻ തമ്പിയുടെ കുടില മനസ്സുമാണ്. ഓരോ കാലവും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ ഒരാളെ നിയോഗിക്കും. ചിലപ്പോ ചില ദേവന്മാരെ, ചിലപ്പോ ചില മനുഷ്യരെ. ഇവിടെ ത്രിവിക്രമൻ തമ്പിയെ തോൽപ്പിക്കേണ്ടത് മനുഷ്യനായ നീയാണ്. അപ്പൊ എന്റെ മേഘന? ഈ ശക്തി നിന്നിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യ സ്ത്രീയുമായി വിവാഹബന്ധം നിനക്ക് സാധ്യമല്ല. തമ്പിയെ ഇല്ലാതാക്കി ദേവിയുടെ മൂക്കുത്തി തിരിച്ചെടുക്കുന്നത് വരെ ആ ശക്തി നിന്നിൽ വേണം. അല്ലെങ്കിൽ ത്രിവിക്രമൻ തമ്പി നിന്നെ കൊല്ലാനും മടിക്കില്ല. നിന്നെ അയാളിപ്പോ മകനായിട്ടല്ല കാണുന്നത്. എനിക്ക് ഈ ദൗത്യം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന മേഘനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എന്ത് നേടാനാണ്? ഒരു പ്രണയത്തിന്റെ പേരിൽ അജയ്ക്ക് നിയോഗം നിഷേധിക്കാം. പക്ഷേ അതിന്റെ പേരിൽ നൂറുകണക്കിന് പേർ ദുരിതത്തിലാവും, കണ്ണീര് കുടിക്കും, കുറേയേറെ പേര് ചത്തൊടുങ്ങും. ശത്രുവിനെ ഇല്ലാതാക്കിയിട്ട് നിന്റെ പ്രണയത്തിലേക്ക് തിരിച്ചെത്തണമോ, അതോ എല്ലാ പേരെയും അവസാനിപ്പിച്ചിട്ട് നിന്റെ പ്രണയം തുടരണോ എന്ന് നീ തന്നെ തീരുമാനിക്കണം. കരയില്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ? മോളെ, മോളെ, ശ്രീകുട്ടി. അമ്മ കരഞ്ഞാലേ മുത്തശ്ശിയുടെ അടുത്തിരിക്കുമ്പോഴും ഞാനതറിയും. അതാ ഞാൻ വന്നേ. അമ്മ മോളെ കണ്ടോന്ന് പറഞ്ഞിട്ട് ആരും അത് വിശ്വസിക്കുന്നില്ലടാ. മോളമ്മയുടെ കൂടെ വാ. മോക്ക് ചേച്ചിമാരെ കാണണ്ടേ? അവരൊക്കെ വിശ്വസിക്കട്ടെ എന്റെ മോള് പറയുന്നതൊക്കെ. അത് പറ്റില്ലല്ലോ അമ്മേ. ഇപ്പൊ അമ്മയ്ക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ, മറ്റാർക്കും പറ്റില്ല. അപ്പൊ പിന്നെ ചേച്ചിമാർക്ക് വിഷമാവില്ലേ? അമ്മ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് മോളങ്ങ് പോവും. അപ്പൊ മുതല് മനസ്സിനകത്ത് വല്ലാത്ത ഭാരോ. അമ്മയെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല മോളെ, കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ ഒരുപാടായി. സങ്കടം തോന്നിയാലേ കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിക്കണം, ഗൗരിമുത്തശ്ശിയെ ഓർക്കണം. അപ്പൊ എല്ലാ സങ്കടവും പോവും. ഇപ്പൊ അമ്മ ഉറങ്ങിക്കോ. വേണ്ട, അമ്മയ്ക്ക് ഉറങ്ങണ്ട. മോൾ അമ്മയുടെ കൺമുന്നിൽ തന്നെ ഇരുന്നാ മതി. അമ്മ കുറച്ചു നേരം കൂടെ കണ്ടോട്ടെ നിന്നെ. അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം വന്നില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. വിശ്വസിച്ചില്ലെങ്കിലേ ഗൗരിമുത്തശ്ശി പിണങ്ങും കേട്ടോ. ഇല്ല മോളെ, അമ്മയ്ക്ക് വിശ്വാസം. പക്ഷേ എങ്കി ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ ഇറങ്ങാൻ പോവാ. ഞാൻ ഉറങ്ങാണ്ട് കിടക്കുമ്പോ അമ്മേനെ തലോടി ഉറക്കാറില്ലേ, അതുപോലെ ഇന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. കിടക്കാം. എന്റെ പൊന്നുമോള് വാ, വാ, കിടക്ക്.